ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വെറും 5 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ തേങ്ങ അരച്ചൊന്നും അല്ല ചെയ്യുന്നത്, നല്ല ചെറിയ രീതിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് പോയി കണ്ടിട്ട് വന്നാലോ. അത് KD കൗവിന്റെ ഫ്രഷ് യോഗർട്ട് ആണ് എടുത്തേക്കുന്നത്, ഫുൾ ഫാറ്റ് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇതുണ്ടോ, ഇത് നാട്ടിലെ പോലെ ഒത്തിരി ലൂസ് ആയിട്ടല്ല, ഇതുപോലെ നല്ല തിക്കായിട്ടാട്ടെ ഇരിക്കുന്നത്. അതിലൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് മാറ്റാം. ഇതിലേക്ക് നമ്മൾ ലേശം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇനി വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചാണേലും ചെയ്യാം, ഇതുപോലെ സ്പൂൺ വെച്ച് ചെയ്താലും ഇത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇപ്പൊ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനം ഒരു സവോളയുടെ 1/4 ഭാഗം അത്രേ ഉള്ളു. അതൊന്ന് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ആക്കി. ഇപ്പൊ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ആണേലും ചേർത്ത് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രം. ഇനി ഈ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. അതിന്റെ കളർ മാറുന്നിടം വരെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 1 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇപ്പൊ നമ്മുടെ പൊടികളുടെ ഒക്കെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ വേണമെങ്കിൽ ഓഫ് ആക്കിയതിന് ശേഷമാണേലും നമുക്ക് ഈ നമ്മൾ നേരത്തെ മിക്സ് വെച്ചിരുന്ന തൈരില്ലേ അത് ചേർക്കാം. അല്ലെങ്കിൽ സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പാത്രം കഴുകിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചൂടായിട്ട് അത് അങ്ങ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇനി നമ്മൾ ഇത് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയേ. നമ്മൾ നേരത്തെ തൈരിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണ്. ഇനി ഞാൻ ചേർത്തൊന്നും കൊടുക്കുന്നില്ല. ഇപ്പൊ ഇച്ചിരി ലൂസായിട്ട് നിങ്ങൾക്ക് ഇപ്പം തോന്നിയെങ്കിലും ഇത് തണുക്കും തോറും പിന്നെ നല്ല തിക്കായിട്ട് വരും നമ്മുടെ കറി. കാളനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ അരച്ചുണ്ടാക്കും. അല്ലാത്ത സമയത്ത് ഞാനും ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ മോര് നന്നായിട്ട് ചൂടായേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാവേ. അപ്പൊ ഇത്ര ഉള്ളു നമ്മുടെ മോരുകറി റെഡിയായി. ഇപ്പൊ നമ്മുടെ അടിപൊളി മോരുകറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.